ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നൊരു വ്ളോഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റൂമും അതുപോലെ നമ്മുടെ കിച്ചണ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്ന് ഒരുമിച്ച് അങ്ങോട്ട് ക്ലീൻ ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആവുകയാണെങ്കിൽ അതും ആയിക്കോട്ടെ. പിന്നെ എൻ്റെ വീട് ഓൾറെഡി നന്നായിട്ട് ബാഡായി പോയിരിക്കുകയാണ്. ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യാറില്ല. ഡെയിലി ക്ലീൻ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ടയേർഡ് ആവുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ അതുപോലെ തന്നെ ആവും. അതുകൊണ്ട് ഞാൻ വീക്ക്ലി അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ വീക്കിലി വൺസ് ഇൻ എ ടൈം എൻ്റെ മൂഡ് പോലെ ചിലപ്പോൾ ട്വൈസ് ചെയ്യും, ചിലപ്പോൾ ഈ വീക്ക് ഞാൻ ട്വൈസ് ആട്ടോ. അതായത് ആദ്യം ഞാനൊന്ന് ചെയ്തായിരുന്നു, പക്കാ അലങ്കോല ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീടിൻ്റെ ഓവറോൾ ഒരു കോലം ഞാൻ കാണിച്ചു തരാം. മൊത്തം വലിച്ച് വാരി ഇട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കുറേ അലക്കിയ തുണി മടക്കി വെക്കാനുണ്ട്, പിന്നെ മൊത്തം സെറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൊത്തം വലിച്ചു വാരി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ നമ്മളൊരു 2-3 ദിവസത്തെ കോലാണ് കേട്ടോ, നന്നാക്കാതിരിക്കുന്ന കോലാണ്. അപ്പോൾ നമുക്ക് ഒന്നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യുന്നത് അയയിലിട്ട തുണിയൊക്കെ എടുക്കുകയാണ്. ഉണങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. നമ്മൾ ഈ ഓപ്പൺ ടെറസിൻ്റെ വാതിലിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ നല്ല വെയിലടിക്കും, അതിൽ നല്ല ചൂടുള്ള വെയിലും ആയിരിക്കും, നല്ല തണുത്ത കാറ്റും ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ഉണങ്ങും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണക്കിയ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ കാലിയായിട്ടുള്ള ബോട്ടിൽസൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ നമ്മൾ ബോട്ടിലാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ പുതിയ തുണി വാഷ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്തതാണ്. ഇത് നമ്മൾ ഇനി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അലക്കി കൊണ്ടുവന്ന തുണികളൊക്കെ നമുക്ക് അയയിൽ വിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരാൻ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്കൊരു മനസ്സ് വേണം, എന്താണ് പണികളൊക്കെ ചെയ്യണം, നീറ്റാക്കി ഇടണം അല്ലെങ്കിൽ വൃത്തിയാവണം എന്ന് നമുക്ക് തോന്നണം. എനിക്ക് എല്ലാ ദിവസവും ഒന്നും അങ്ങനെ തോന്നാറില്ല, സത്യം പറയാലോ. എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ തോന്നുന്ന ആളല്ല. ഞാൻ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറ്. ഞാൻ ചിലപ്പോൾ 2 ദിവസമൊക്കെ ഫുൾ റെസ്റ്റ് എടുക്കും, എന്നിട്ട് 3-ാമത്തെ ദിവസം മൊത്തത്തിൽ നന്നാക്കും. അങ്ങനെ ഒരു സ്വഭാവമാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു കാര്യം എന്താ പറയുക പ്രശ്നം, നമ്മൾ ഒരു 4 ദിവസം നമ്മളൊന്നും നന്നാക്കാണ്ട് ഫുൾ റെസ്റ്റ് എടുത്ത് 5-ാമത്തെ ദിവസം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പം എൻ്റെ ഈ അവസ്ഥ കണ്ടില്ലേ, ഒത്തിരി നന്നാക്കാനുണ്ട്. അപ്പം നമ്മൾ ടയേർഡായി പോകും. മൊത്തം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഒത്തിരി ടയേർഡായി പോകും. അപ്പോൾ നമ്മൾ അന്നത്തെ ജോലികൾ അന്നാന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഞാൻ ഡെയിലി അടുക്കള ജസ്റ്റ് ഒന്ന് 2 ദിവസം കൂടുമ്പോൾ തുടക്കും, എല്ലാ ദിവസവും ഒന്ന് അടിച്ചു വാരിയിടാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പം നമ്മളെന്ത് ചെയ്യുക, എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് കിച്ചണും ഹോളും എങ്കിലും ഒന്ന് തുടച്ചിടുകയാണെങ്കിൽ നമുക്ക് അതേപോലെ അന്നാന്ന് വൃത്തികേടായ സംഭവങ്ങളൊക്കെ അന്നാന്ന് നന്നാക്കുകയാണെങ്കിലും നമുക്ക് പണികളൊക്കെ ഒത്തിരി എളുപ്പമായിട്ട് തോന്നും കേട്ടോ, ഒത്തിരി സുഖമായിട്ടൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ മടക്കി വെക്കാൻ ഒത്തിരി ഡ്രസ്സ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 2 സോഫയുടെ മുകളിൽ മൊത്തം ഡ്രസ്സാണ്. അപ്പോൾ ഇത് മൊത്തം മടക്കി വെക്കാനായിട്ട് ഞാൻ മടക്കാനുള്ള മടി കാരണം എനിക്ക് ഈ ഡ്രസ്സ് അലക്കി അയയിലിടുന്നത് വലിയ പ്രശ്നമല്ല. ഈ മടക്കി വെക്കാന്നുള്ളതിനോട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. മടക്കി വെക്കാൻ നിന്നാലും ഞാൻ നല്ല നീറ്റായിട്ടൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അറേഞ്ച് ചെയ്ത് വെച്ചാൽ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനുമാണ്. പക്ഷെ എന്താ ചെയ്യുക, അത് മടക്കി വെക്കുക എന്നുള്ളതിനോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, ഇന്ന് മടക്കണം അല്ലേ വേണ്ട, നാളെ അങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് ഇത്രയും കൂടുതലായത്. പക്ഷെ ഇത്രയും കൂടുതൽ മടക്കുമ്പോൾ നമുക്ക് നല്ല റിസ്ക് ആയിരിക്കും. അതിനേക്കാളും നല്ലത് അന്നാന്നത്തെ ഡ്രസ്സ് അന്നാന്ന് ഇങ്ങനെ കറക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. പിന്നെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ ബോക്സസ് കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര സിമ്പിളാണ്. എൻ്റെ ഓരോ ഡ്രസ്സ് ഞാൻ പാൻറ്റ്സ് ഒന്നിൽ, ഷർട്ട്സ് ഒന്നിൽ, അതേപോലെ നൈറ്റീസ് ഒന്നിൽ, ഷോളുകൾ ഒന്നിൽ, അങ്ങനെ ഓരോന്നും ഓരോ ബോക്സിലാക്കി അറേഞ്ച് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒരു കണക്കിന് കബോർഡ്സ് നന്നാക്കുന്നതിനേക്കാളും സിമ്പിളാണ് കേട്ടോ ഇത്. നമുക്ക് ചിലപ്പോൾ ഓരോന്നും ഓരോ സമയത്ത് നന്നാക്കിയാലും മതി, പ്രശ്നമില്ല. അപ്പോൾ റൂമിൻ്റെ പോലെ നിങ്ങൾ കണ്ടല്ലോ, ഞാനിപ്പോൾ കാണിച്ചല്ലോ, അത്രയും വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹോള് സെറ്റാക്കിയിട്ട് റൂമിലോട്ട് പോകാം. ഒരാളിവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചു, നന്നായിട്ട് പുതച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. റൂമിൽ നിന്ന് വന്നിട്ട്
ഇവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ന്യൂ മെമ്പറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫിഷാണ്, നല്ല ഭംഗിയുള്ളൊരു ഫിഷാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ നോക്കാനായിട്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളം മാറ്റി കൊടുക്കും, ആൾക്ക് ഫുഡ് കൊടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ നന്നായിട്ട് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എമ്മി ബേബി നമ്മളെ ബെഡിൽ നിന്ന് എണീറ്റ് പോയിട്ട് സോഫയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. സോഫയിൽ വന്ന് കിടന്ന് കുറച്ച് നേരം കുറുമ്പൊക്കെ കാണിച്ചപ്പോൾ ഞാനിങ്ങനെ തട്ടി കൊടുത്തൊക്കെ ഒന്നും കൂടി തട്ടി കൊടുത്ത് നോക്കിയപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ അവനെ ഒന്നുകൂടെ ഉറക്കാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ റൂമൊക്കെ മൊത്തത്തിൽ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. മൊത്തം വൃത്തികേടായി കിടക്കുകയാണ്. നമ്മൾ ബെഡൊക്കെ വിരിച്ച് നന്നായിട്ട് ഉഷാറാക്കിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഒത്തിരി പണികളുള്ള ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പോൾ കുക്കിംഗ് ചെയ്യാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുക്കിംഗ് ഒന്നും ചെയ്തില്ല. അപ്പോൾ അതുപോലെ ഒരു ഡേ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് കുക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, എന്നെപ്പോലെ ഒത്തിരി ഡേ നമ്മളൊന്നും ചെയ്യാണ്ട് കാത്തു നിൽക്കരുത്. നമ്മൾ ഓരോ ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് മിസ്സാക്കേണ്ട ആവശ്യമൊന്നും വരില്ല. നമുക്ക് ഓരോ ദിവസം ഓരോന്ന് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. കുറേ ദിവസം കൂടുമ്പോൾ ചെയ്യുമ്പോൾ ഒത്തിരി റിസ്ക് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ബെഡൊക്കെ നന്നായിട്ട് തന്നെ വിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൂം മൊത്തം അടിച്ചു വാരി നന്നാക്കുകയാണ്. നമ്മൾ സോഫയുടെ അടിഭാഗവും കാര്യങ്ങളും ഒക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നാക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വേസ്റ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് കാണാം, നമുക്ക് ഒത്തിരി വേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അടിച്ചു വരുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാർ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ചുരിദാറിട്ട് വീട്ടിൽ നടക്കുന്ന ഒരു ടൈപ്പൊന്നും അല്ല കേട്ടോ. ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടബിളായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആളാണ്. ഇത് ഞാൻ വീഡിയോക്ക് വേണ്ടി മാത്രം ഇട്ടതാണ് കേട്ടോ. ഇങ്ങനൊരു ഡ്രസ്സ് കയ്യിലുണ്ടായപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഓൾറെഡി ഡ്രസ്സ് ഉള്ളതല്ലേ, അപ്പം ഇങ്ങനെ വീഡിയോക്ക് വേണ്ടി ഓരോന്നും ഇങ്ങനെ മാറി മറിച്ചൊക്കെ ഇടാന്ന് വെച്ചിട്ടാണ്. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന ഒരാളെ അല്ല. പ്രത്യേകിച്ച് വീട്ടിൽ ഞാൻ കംഫർട്ടബിളായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പാൻ്റായിരിക്കും, ചിലപ്പോൾ സ്കേർട്ടായിരിക്കും. എനിക്ക് സുഖമുള്ള ഡ്രസ്സ് ഇടുന്ന ഒരു ടൈപ്പാണ് ഞാൻ. പക്ഷെ ഇത് ഞാൻ വീഡിയോക്ക് വേണ്ടി ഇട്ടതാണ്. ഈ ഒരു ഡ്രസ്സ് ഇട്ടത്. പക്ഷേ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കാര്യം ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളവരുടെ ഡ്രസ്സും കൂടി ആയതുകൊണ്ട് ഞാൻ ഇട്ടാണ്. അപ്പോൾ നമ്മൾ ചൂലൊക്കെ ഇതിൻ്റെ ഇടയിൽ കേട് വന്നു കേട്ടോ. ചൂല് കേട് വന്ന് നമ്മളത് ഉള്ളിലേക്ക് വെച്ച് നന്നാക്കി വീണ്ടും അടിച്ചു വാരുകയാണ്. അപ്പോൾ ചൂല് സത്യം പറഞ്ഞാൽ ഒത്തിരി പഴയതായിട്ടുണ്ട്, നമ്മൾക്ക് മാറ്റണം. എന്നും പുറത്ത് പോയി നമ്മൾ ഗ്രോസറി വീട്ടിലേക്കുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ചൂല് വാങ്ങാനായിട്ട് എന്നും മറന്നു പോകുന്നതാണ്. ചൂല് മഫി 2 കാര്യങ്ങളും ഞാൻ മറക്കും, എപ്പോൾ പോയാലും മറക്കും. അപ്പോൾ പിന്നെ ഉള്ളത് വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പം നമ്മളെ റൂമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കബോർഡ്സ് കാര്യങ്ങളൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒത്തിരി ഞാനൊന്ന് ഇരുന്ന് ആടുകയാണ് കേട്ടോ. കാര്യം ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ട്, നല്ല ടയേർഡായിട്ടുണ്ട്. അതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും പണികളൊക്കെ ചെയ്യാണ് കേട്ടോ. എനിക്ക് തന്നെ ചിരി വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാണ്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരുടെ അടുത്തും നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മുമ്പും നമ്മൾ സൗദിയിലാണ്. അപ്പോൾ നമ്മുടെ റൂമിൽ 2 കട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടതൊക്കെയാണ് കേട്ടോ. അത് നമ്മൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ ഇഷ്ടത്തിനാക്കിയിട്ട് നമ്മൾ ലൈഫ് സൂപ്പറായിട്ട് പോവുക, അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടിട്ട് അതിൽ ബെഡിട്ട് എന്നാലും ഭയങ്കര സാറ്റിസ്ഫൈ ആണ്. പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളത് നല്ല രീതിയിൽ അത് വൃത്തിയിലും നീറ്റിലും നോക്കി നടക്കുമ്പോൾ അതാണ് നമുക്ക് പീസ്ഫുൾ ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അല്ലാണ്ട് ഒത്തിരി വലിയ വീടും വലിയ സൗകര്യങ്ങളും ഉള്ളവരൊക്കെ സന്തോഷവാന്മാരാവണം എന്നില്ല. വലിയ വീടും വലിയ സൗകര്യങ്ങളും അല്ലെങ്കിൽ സ്വന്തമായിട്ട് വലിയ സെറ്റപ്പിലാവുക അങ്ങനെയൊക്കെ ഉള്ളവരാണ് സന്തോഷവാന്മാർ എന്നും തെറ്റിദ്ധരിക്കരുത്. അതായത്
വലിയ സംഭവങ്ങളൊന്നും ഉള്ളവർക്ക് സങ്കടങ്ങളൊന്നും ഇല്ലയെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാവർക്കും മനുഷ്യന്മാരിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സങ്കടങ്ങളും സന്തോഷങ്ങളും വിഷമങ്ങളും അസുഖവും ഒക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൂ, എനിക്ക് മാത്രം ഭയങ്കര ഇതാണ്, അങ്ങനെ ആരും ചിന്തിക്കരുത്. എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവും. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനാണ് അംബാനി സർ. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ഭയങ്കര വിഷമമുള്ള ആളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചാൽ നമുക്കെന്നും കാലാകാലത്തേക്ക് വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഉള്ള ജീവിതം പ്രസൻറ്റ് ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കുക, പീസ്ഫുള്ളായിട്ട് ജീവിക്കുക. ഒത്തിരി പൈസയും വീടും കാര്യങ്ങളും ഉണ്ടായാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്ന് പറഞ്ഞ് ഇരുന്നാൽ നമുക്ക് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മളിങ്ങനെ അതും ആലോചിച്ചിരിക്കരുത്. ഒക്കെ വേണം, എല്ലാം വേണം. പക്ഷെ അത് ഈ പ്രസൻറ്റ് ലൈഫിൽ നമുക്കതൊരു തടസ്സമാവരുത്. ഭാവിയിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സന്തോഷവാനാവൂ എന്ന കാരണം കൊണ്ട് നമ്മളെ പ്രസൻറ്റ് ഒരിക്കലും കളയരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം വിഷമങ്ങളും സങ്കടങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാരില്ല, എല്ലാം ഉണ്ടാവും. എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ പുളി. ഭയങ്കര മധുരമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കഴിച്ചുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇനിയും പറഞ്ഞുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിച്ചു. ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒത്തിരി സജഷൻസ് ഇങ്ങനെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും വെച്ച് നീട്ടുന്നില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, താങ്ക് യു.